രേണു ഹോസ്പിറ്റലായിരുന്നു. രേണുവിന് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ ആ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തൂങ്ങിയത്. ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നും പറഞ്ഞ പോലും ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താ പറയുക, ഇത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അങ്ങനെ ഒരുപാട് കമൻസുകൾ കണ്ടു. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് നെഗറ്റീവ് പറയുന്നവരുണ്ട്. അപ്പോൾ നെഗറ്റീവ് പറയുന്നവർക്ക് നെഗറ്റീവ് നിങ്ങളുടെ കമൻസ് ഇട്ടോ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് കാണാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ കാണണ്ട, സ്കിപ്പ് ചെയ്ത് പോകും. ഫേസ്ബുക്കിൽ ഒരുപാട് കാണാനുണ്ടല്ലോ, അപ്പോൾ അത് കണ്ടോ. നിങ്ങൾക്കിത് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണേ വേണ്ട, സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ കേട്ടോ. എനിക്കൊരു ഇതുമില്ല. കാണാൻ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അത് ആദ്യം തന്നെ പറയാൻ കാരണം, ഒരുപാട് എന്താ പറയുക, കുറച്ച് ആൾക്കാർ FBയിൽ, യൂട്യൂബിൽ അങ്ങനെയല്ല, FBയിൽ ഭയങ്കരമായിട്ട് കമൻ്റ് ഇടുന്നത് കണ്ടു. ഭയങ്കര ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ രേണുവിൻ്റെ വീഡിയോ ഇട്ടാലും അതുപോലെ തന്നെ നെജിലാൻ്റെ വീഡിയോ ഇട്ടാലും അവരെ മൂട് താങ്ങുന്ന കുറച്ച് പേരുണ്ട്. അവരോടാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ, അല്ലാത്തവരോടല്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2 ദിവസമായിട്ട് രേണു ആത്മഹത്യക്ക് ശ്രമിച്ചു, ഫാനിൽ തൂങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിൻ്റെ സുഹൃത്ത് ഒരു വീഡിയോ ഇട്ടതായിട്ട് കണ്ടു. അപ്പോൾ അതിലെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ട് കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രേണുവിൻ്റെ വീഡിയോ ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിൽ എന്താണ് സത്യം എന്നുള്ളത് ചോദിച്ചിട്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് FBയിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് മെസ്സേജുകൾ തന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ രേണു തൂങ്ങി എന്നുള്ളത് രേണു വന്ന് പറഞ്ഞിട്ടില്ല. അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളത് അറിയില്ല. ഈ ഒരു അവസ്ഥയിൽ രേണു തൂങ്ങുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ രേണുവിൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ അയാളാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇപ്പോൾ തൂങ്ങിയെങ്കിൽ കൂടെ ഇപ്പോൾ ഈ കിച്ചുവിൻ്റെ കാരണത്താലാണ് തൂങ്ങുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നീ എങ്ങനെയെല്ലാം അഭിനയിച്ചിട്ടുണ്ട്, അപ്പോൾ ആ ഒരു കാരണത്താലൊന്നും നിനക്ക് ഇതുവരെ ഒരു പുച്ഛവും തോന്നിയിട്ടില്ല. ഈ കിച്ചു നിൻ്റെ സത്യങ്ങൾ തുറന്നു പറഞ്ഞതിനാണോ രേണു നിനക്ക് ഇത്രയ്ക്ക് മാത്രം നിനക്ക് പൊള്ളിയത്? അപ്പോൾ ആ മോൻ വേറെ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മ ഇങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കിച്ചുവിന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, കിച്ചു സപ്പോർട്ട് ചെയ്യുമല്ല കേട്ടോ. കിച്ചു ഈ ഒരു അവസരത്തിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വരരുതായിരുന്നു. ശരിയാണ്, രേണു നിരന്തരം കിച്ചു മിണ്ടാതിരുന്നപ്പോഴും സൈലൻ്റായിട്ട് ഇരുന്നപ്പോഴും കിച്ചുവിനെ നിരന്തരം ടോർച്ചർ ചെയ്യുന്ന രീതിയിലായിരുന്നു ഓരോ വീഡിയോസും പുള്ളിക്കാർ ചെയ്യുന്നത്. മോൻ കാണാൻ വന്നില്ലേ എന്നുള്ളതിനൊക്കെ, മോൻ കാണാൻ വന്നില്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി, അവന് താല്പര്യമുണ്ടെങ്കിൽ വരും, അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ തൽക്കാലം ഒന്നും പറയാനില്ല എന്ന് രേണു പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പം ഞാൻ ഇത്രയും വളർത്തിയ മോനാണ്, അവനക്ക് നന്ദിയില്ല, ഇതാണ് പറഞ്ഞിട്ട് രേണു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കിച്ചു ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് കൊണ്ടാണ് ഞാൻ രേണു അമ്മയായിട്ട് കൂടുതൽ ഒന്നും അടുക്കാത്തത്. എല്ലാവരും വീഡിയോസ് കാണുന്നതാണ്, എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ്, ചെറിയ കുട്ടികളടക്കം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ വൾഗറായിട്ട് അഭിനയിക്കുന്നതോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ രേണുവിൻ്റെ സുഹൃത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, കണ്ടു നോക്കൂ. ഒരു കാര്യം പറയാനാണ് വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. രേണു ഹോസ്പിറ്റലായിരുന്നു. രേണു ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കും, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തൂങ്ങിയത്. ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നും പറഞ്ഞ പോലും ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. എന്നിരുന്നാൽ പോലും ഞാൻ പറയാം, ഈ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ, അവനെ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിൻ്റെ ദത്തുപുത്രനായിട്ട് കൊണ്ടുവരുന്നത്. ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല, അവനെ അങ്ങനെ കൊണ്ടുവരത്തില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ട് ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമലിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാർ അവനെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വിളിപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചിട്ടുള്ള ഫോണും സുധി ഉപയോഗിച്ചിട്ടുള്ള ഫോണുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമല്ല. അവളെ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ പെണ്ണിന് രാവിലെ തൂങ്ങി കിടക്കരുത്. അവിടുന്ന് ലിബു എന്ന് പറയുന്ന രമേശിയുടെ ഭർത്താവാണ് അവളെ അഴിച്ച് ഹോസ്പിറ്റലിൽ ഇറക്കം കൊണ്ടുവരുന്നത്.
നീ കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. നിനക്ക് അമ്മയെ കാണാൻ പറഞ്ഞത് നീ വീട്ടിലേക്കല്ലായിരുന്നു വരേണ്ടത്. അമ്മ ഹോസ്പിറ്റലിൽ അറിയാലോ. നീ പിന്നെ അവിടെ വന്ന് കുത്തി പിടിച്ചിരുന്ന കാര്യമിരിക്കുന്നത്. നീ അവിടെ വരുവായിരുന്നുണ്ടെങ്കിൽ ശരിയാണ്, ഐസിനകത്ത് ആരെ കാണിക്കില്ല, കേട്ടിയല്ല. സീമാജി നായരുടെ ആൾക്കാർ അവിടെ വന്നു. പക്ഷേ അവർ വേറൊരു സൈഡിൽ കൂടെ പോയിട്ട് അവളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കിച്ചു ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് സൈഡിൽ കൂടെ ആണെങ്കിലും നിനക്ക് അമ്മയെ വന്ന് കണ്ടു പോകാമായിരുന്നു. നീ അമ്മയെ കാണാൻ പോയി ആരും കാണിച്ചില്ല എന്നുള്ള ഒരു വർത്തമാനം പറയണം. വേറെ അറിയാമോ കാര്യം പറയില്ല. ഇവനെ കുട്ടി പിടിച്ചോണ്ട് നടക്കില്ല. ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോട് ഇവനെ കുട്ടി പിടിച്ചോണ്ട് നടക്കരുത്. ഇവൻ വേറെ അറിയാം. ഇവൻ എന്താ പറയുക, ഇവൻ പൈപ്പ് വെള്ളം കുടിക്കില്ല, കിണർ വെള്ളം കുടിക്കില്ല, ഇവൻ ഫാസ്റ്റ് ഫുഡ് മാത്രമേ ഇറങ്ങുള്ളൂ. ഈ രേണു സുധി ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവൻ ഓരോ കടകളിൽ പോയിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ഇവൻ പൈസ കൊടുക്കാനായിട്ട് പൈസ ഇല്ലാണ്ട് അപ്പോൾ രമേശ് ചേച്ചിനെ ഇവരൊക്കെ വിളിക്കുന്ന സമയത്ത് അവരെ വിളിച്ചിട്ട് ഞാൻ തന്നെ എത്രയോ പൈസ ഇട്ട് കൊടുത്തെന്ന് പറയും. എനിക്ക് അറിയാനായിട്ട് പരിചയമില്ല, എനിക്ക് പരിചയപ്പെടാനോട് താല്പര്യമില്ല. ഇങ്ങനെ അറിയാൻ മക്കളൊന്നും പരിചയപ്പെട്ട ഒരു കാര്യമില്ല. ഇവനെ സത്യസന്ധമായിട്ട് ഞാൻ പറയും, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരോടും ഞാൻ പറയും, ഇവനെ ഒരിക്കലും എന്താ പറയുക, സുധി എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇവൻ അങ്ങനെ ഒരു മോനല്ല. ഇവനെ കൂടെ ചേർത്ത് പിടിക്കേണ്ട ഒരു മുതലുമില്ല. അത് രേണുവിനെതിരെ ഇന്നലെ വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ മാത്രം പറയുന്നതല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇയാൾ പറയുന്നത്. എന്താ പറയുക, കിച്ചു രേണുവിനെ മോശമായിട്ട് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ രേണു നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിച്ചു നീ ഒരുപാട് കളിക്കേണ്ട, നിൻ്റെ എന്താണ് ചാറ്റും ഇതെല്ലാം കാര്യങ്ങളെല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടും പബ്ലിക്കിൻ്റെ മുമ്പിൽ എടുത്തിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോശമായിട്ട് എന്താ പറയുക, കിച്ചു രേണുവിനോട് മോശമായിട്ട് പെരുമാറി എന്നാണ് ഈ സുഹൃത്ത് പറയുന്നത്, രേണുവിൻ്റെ ഈ സുഹൃത്ത് പറയുന്നത്. അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ തെളിവുകളെല്ലാം പുറത്ത് വിടും, രേണു പുറത്ത് വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി എന്നെക്കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പുറത്ത് വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യം ഉണ്ട്, ഇത് നുണയാണോ എന്താണെന്നൊന്നും അറിയില്ല. കിച്ചുവിനും രേണുവിനും മാത്രമാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയുള്ളൂ. അതുപോലെ രേണുവിൻ്റെ ഫാമിലിക്കും അറിയാമെന്നാണ് പറയുന്നത്. അതുപോലെ എന്താ പറയുക, സുധിക്കും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. കിച്ചു രേണുവിനോട് മോശമായിട്ട് പെരുമാറിയതെല്ലാം സുധിക്കും അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം കിച്ചു MDMA ഒക്കെ ഉപയോഗിക്കും ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സത്യാവസ്ഥ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. ഇതിൽ ഇവരെന്തൊക്കെയൊക്കെ ഒളിച്ചു വെക്കുന്നുണ്ട്, ഇതിൽ എന്തൊക്കെയാണ്, ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ തള്ളിക്കളയണം എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും രേണു പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ചത് എന്താണെങ്കിലും അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ കിച്ചുവിൻ്റെ വേറൊരു മുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കിച്ചുവിനും അതുപോലെ രേണുവിനും രേണുവിൻ്റെ ഫാമിലിക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ രേണുവിൻ്റെ ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചു സൈലൻ്റായിട്ട് ഇരുന്നതായിരുന്നു. സൈലൻ്റായിരുന്ന ആളെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് ഈ പറയുന്ന രേണു തന്നെയാണ്. അവൻ ഒന്നിനും ഉണ്ടായിരുന്നില്ല, പിന്നെ എന്നെ കാണാൻ വന്നില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് രേണു തന്നെയാണ് ഇതൊരു ഇഷ്യൂ ആക്കി മാറ്റിയത്. ഈ ഒരു അവസ്ഥയിലെങ്കിലും രേണു ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരരുതായിരുന്നു. അപ്പോൾ കൂടുതൽ നിരന്തരം ഒരാളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആരാണെങ്കിലും അത് പ്രതികരിച്ചു പോകില്ല. 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കിച്ചു അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്, ഞാൻ ഈ ഒരു കാരണത്താലാണ് രേണുവിനെ കാണാൻ പോവാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സിനെയും അതുപോലെ ഫ്രണ്ട്സും അതുപോലെ കിച്ചു എല്ലാം രേണുവിൻ്റെ അടുത്ത് മോശമായി പെരുമാറി, അതുകൊണ്ടാണ് രേണു കിച്ചുവായിട്ട് പിണങ്ങിയത് എന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും ഇതില്ല, ഇപ്പോഴും എനിക്ക് മോനെയായിട്ടാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം, കിച്ചു ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ രേണു ഇങ്ങനൊരു വീഡിയോ, നിൻ്റെ നാറിയ കഥകളെല്ലാം ഞാൻ പബ്ലിക്കിന് മുമ്പിലിടും, നീ എന്നോട് കളിക്കാൻ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ശേഷം കിച്ചു എന്തായാലും വേറെ വീഡിയോ ആയിട്ട് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കിച്ചുവിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ കിച്ചു അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരേണ്ടതായിരുന്നു. അപ്പോൾ കിച്ചു വീഡിയോ ആയിട്ട് വരാത്തത്രത്തോളം കാലം അപ്പോൾ കിച്ചുവിൻ്റെ കയ്യിലും എന്തൊക്കെയൊക്കെയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ രേണു ഇങ്ങനെ അഭിനയിച്ചത് എന്തായാലും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പുള്ളിക്കാർ പബ്ലിക്കിന് മുമ്പിലാണ് എല്ലാം തുറന്ന് കാണിച്ചിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും ആൽബങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു തുറന്ന പുസ്തകമാണ് രേണു. പക്ഷേ കിച്ചുവിൻ്റെ മനസ്സിൽ ഈ ഒരു മൃഗമുണ്ടോ, കിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കിച്ചുവിന് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത് ഇത്രയും സ്റ്റേൺ ആക്കി നിർത്തിയത് ഒരു സ്ത്രീ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊരു സ്ത്രീ ഷെഫീന ബീവിയാണ്. അപ്പോൾ ആ ഷെഫീന ബീവിയെ കണ്ടിട്ടാണ് കിച്ചു ഇത്രത്തോളം തുള്ളുന്നത് എന്ന് പല വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ആരെ കണ്ടിട്ട് നമ്മൾ ഇതാവരുത്, നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിന് എന്താണോ തോന്നുന്നത് ആ ഒരു രീതിക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ നമ്മുടെ പുറകിൽ വേറൊരാളുണ്ട്, ആ ഒരാൾ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ആ ഒരാൾ എന്തെങ്കിലും ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പുറന്തള്ളും. അപ്പം നമുക്ക് എന്താണോ ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളെ എവിടെയും വിളിച്ചു പറയാൻ പാടുള്ളൂ, എവിടെയും നമ്മൾക്ക് തുറന്ന് പറയാൻ പാടുള്ളൂ. അപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ മനസ്സിലൊരു കുറ്റം, നമ്മുടെ ഇതിലൊരു കുറ്റം വെച്ചിട്ട് മറ്റുള്ളവരുടെ കുറ്റക്കാരാക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ കിച്ചുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഈ കിച്ചു ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്, ബാക്കിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്താണെങ്കിലും
രേണുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, കിച്ചുവിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ളത് ഇപ്പോൾ പൂർണ്ണ ബോധ്യമായി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്താ പറയുക, എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.